സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ ഹാൻഡ് എംബ്രോയിഡറി അതായത് സിമിലർ ടു ലെഗ്നവിയ എംബ്രോയിഡറി ആയിട്ടുള്ള സിൽവാസിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കാണുന്ന. റേറ്റ് വന്നത് 2070 റേഞ്ചിലാണ് വരുന്നത്. 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ഈ ഒരു സിൽവാസെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു ലാവൻഡർ ടോണാണ്. ഇങ്ങനെയാട്ടോ ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഒരു പീച്ച് ടോൺ വരും. പിന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ ടോൺ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്ന യെല്ലോ ഷെയ്ഡാണ്. ഇത്രയും കളേഴ്സിലാണ് സിൽവാസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് നമുക്ക് പാനൽ പോലെ എംബ്രോയ്ഡറി ആണ് വന്നേക്കുന്നത്. നല്ല കോട്ട ഫാബ്രിക് ആയിട്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കാണ്. പാനൽ പോലെ എംബ്രോയ്ഡറി വന്നിട്ട് അതിൽ സിൽവർ കളർ വരുന്ന സ്വീക്കൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രഞ്ച് നോട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്ക് നമുക്കിങ്ങനെ എംബ്രോയ്ഡറി പാറ്റേൺ കുഞ്ഞു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. ദാമൻ ഏരിയയിലേക്ക് വരുമ്പോഴും ചെറിയ ഒരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ലാവൻഡറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ടോണും കൂടെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അതിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി. 4 സൈഡിൽ നല്ല ഭംഗിയായിട്ട് ക്രോഷ്യയുടെ ലേസാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ലൈറ്റ് ഒരു പീച്ച് ടോണാണ്. നല്ല ഭംഗിയായിട്ടോ എല്ലാ ഷെയ്ഡും കാണാൻ. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് വരും. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഇത് നമുക്കൊരു കുർത്തിയായിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന നല്ല പാറ്റേൺ ആട്ടോ ഇത് വന്നേക്കുന്നത്. ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. ക്ലോസർ ലുക്ക് ഇതാട്ടോ വന്നേക്കുന്നത് വർക്കിൻ്റെ. അതിലും സ്വീക്വൻസ് വർക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് യെല്ലോ ടോണിലാണ് സെയിം പാറ്റേൺ ഇതിൽ വന്നേക്കുന്നത്.